വൈകുന്നേരം വരത്തില്ലേ? ജാക്കറ്റ് മാറ്. ബേബി സിറ്റർ ചേച്ചിക്ക് എന്തുകൊണ്ടല്ലോ ആകെ മൂന്നാളുണ്ട്. പോയി നിക്ക്, എവിടെ പോയി നിക്കപ്പറേ. 7 മണിക്ക് വരുള്ളായിരുന്നു. അതെന്താ അങ്ങനെ എഡ്യൂക്കേറ്ററെ പോലെ ചേട്ടനാണല്ലോ ബേബി.
അങ്ങനെ കുഞ്ഞുമക്കളുടെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്ന് വേറെ വേറെ ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഞങ്ങളുടെ കമ്പൈൻ ചെയ്താണ് ഞങ്ങൾ കഴിച്ചത്. ആൻഡ് ഓൾസോ ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ബേബി ഷവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എൻ്റെ അമ്മ എനിക്ക് മറക്കാൻ പറ്റില്ല. അവരെങ്ങനെ അത് ചെയ്ത് അതെങ്ങനെ സെറ്റ് ചെയ്തെന്നൊക്കെ ഉള്ളത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങൾ എപ്പോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്? പിന്നെ എന്തോ അറേഞ്ച് ചെയ്യണോ? അപ്സാസ് ബേബി ഷവർ എന്ന് പറഞ്ഞിട്ടൊരു ഒന്നും അറിയാത്ത പോലെ ചേച്ചി എന്നാ പോണയാണോ ഒരു മൈൻഡ് പോലും ചെയ്തില്ല. ഞാനിതിന് എല്ലാരും വരണേ എന്നെ കാണാന്. ഇപ്പോഴോ? അല്ല, ഞാൻ തിരിച്ചു വരുമ്പോ എല്ലാരും എന്നെ കാണാൻ വരണേ. ഇപ്പൊ അത് അക്സയുടെ പരിപാടി വാങ്ങിക്കുന്നു. നിങ്ങൾ ഓണനുസരിച്ച് വിളിക്കുന്നതാണ്. ഒരു ഇച്ചിരി ഹിന്ദുക്കളും മനസ്സിലായില്ല. സ്പെസിഫിക് ആയിട്ട് പുറത്തു പോകാനാണ്. കസ്റ്റമൈസ്ഡ് കഴിക്കണോട്ടോ. നമ്മുടെ പേരൊക്കെ ഇങ്ങനെ എഴുതുന്നു ചേച്ചി. ഞാനാണ് മറ്റേത് എടുക്കുന്നത്. സമ്മാനം ഉണ്ടോ? വോട്ട് അല്ല, ഐ മീൻ കൊച്ചിന്റെ നാപ്പി ചേഞ്ച്. ഇതില് കറക്റ്റ് പറയുന്നവർക്ക് ഇതുണ്ട് കേട്ടോ. എന്തല്ലേ 5 പൗണ്ട് വെച്ചിട്ട് എന്താ പറയാ വരുമ്പോ കൊണ്ടുവരാനേ. നാട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ട് കൊടുക്കാം. ഞങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ?